നയങ്ങൾക്ക് സ്ഥാനമില്ലാത്ത ഒരു ബന്ധം അതാണ് ഭാരതത്തിലെ ഗോത്രവർഗ്ഗങ്ങളോട് പ്രധാനമന്ത്രിക്കുള്ളത്. ഗോത്രഭവനത്തിൽ ഒരു ചായ പങ്കിടുന്നതോ അവരുടെ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നതോ അതുമല്ലെങ്കിൽ അഭിമാനത്തോടെ അവരുടെ പരമ്പരാഗത വസ്ത്രം ധരിക്കുകയോ ചെയ്യുന്നതാകട്ടെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് ഈ ബന്ധം നമുക്ക് പ്രകടമാണ്. മുൻ സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഗോത്രവർഗ്ഗ സമൂഹങ്ങളുമായുള്ള പ്രധാനമന്ത്രിയുടെ ഇടപഴകൽ വളരെ ആഴത്തിലുള്ളതാണ്. ഗോത്രവർഗ്ഗക്കാരുടെ കഥകൾ, കലകൾ ഇതൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയും ദേശീയ അന്തർദേശീയ തലങ്ങളിലേക്ക് അവരുടെ സംഭാവനകൾ ഉയർത്തുകയും ചെയ്തു. അദ്ദേഹം താൻ സഞ്ചരിച്ച ദേശീയ ആഗോള വേദികളിലുടനീളം ഗോത്ര സമൂഹങ്ങളുടെ ശബ്ദമുയർത്താൻ പ്രധാനമന്ത്രി മോദി നിരവധി വഴികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ വഴികളിൽ ചിലത് ഒന്ന് പരിശോധിക്കാം. ലോക നേതാക്കൾക്ക് സമ്മാനമായ അമൂല്യമായ ഗോത്ര കല കരകൗശല വസ്തുക്കൾ. ലോക നേതാക്കൾക്ക് ഗോത്ര കലാസൃഷ്ടികൾ സമ്മാനിക്കുന്നതിലൂടെ പ്രധാനമന്ത്രി മോദി ഇന്ത്യയുടെ ഗോത്ര സംസ്കാരങ്ങളോട് ആഗോളതലത്തിലുള്ള മതിപ്പ് വർദ്ധിപ്പിച്ചു. ചർച്ചകളും സ്വീകാര്യതയും പ്രോത്സാഹിപ്പിച്ചു. ഈ സമ്മാനങ്ങളിൽ ഉൾപ്പെടുന്ന സങ്കീർണമായ ലോഹപ്പണികൾക്കും ആഴത്തിലുള്ള ചരിത്ര പാരമ്പര്യങ്ങൾക്കും പേരുകേട്ട ഡോക്ര ശില്പങ്ങൾ ഓസ്ട്രേലിയ, ബ്രസീൽ, കുക്ക് ദ്വീപുകൾ, ടോങ്ങ എന്നിവിടങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാർക്ക് അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. ആകർഷകമായ നിറങ്ങളും സങ്കീർണമായ അലങ്കാര മാതൃകകളുമുള്ള ഝാർഖണ്ഡിൽ നിന്നുള്ള സൊഹ്റായ് പെയിന്റിങ്ങുകൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും മധ്യപ്രദേശിൽ നിന്നുള്ള ഘോൺ പെയിന്റിംഗ് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാ ഡി സിൽവയ്ക്കും സമ്മാനിച്ചു. ഉസ്ബെക്കിസ്ഥാനിലെയും കോമറോസിലെയും നേതാക്കൾക്ക് മഹാരാഷ്ട്രയുടെ ഗോത്ര പൈതൃകമായ വാർലി ചിത്രങ്ങൾ നൽകിയും അദ്ദേഹം ആദരിച്ചു. മറ്റൊന്ന് ഭൗമസൂചിക ടാഗുകളാണ്. ഇതിലൂടെ ഗോത്ര പാരമ്പര്യത്തിന് പ്രോത്സാഹനം നൽകി. ഗോത്രവർഗ ഉൽപ്പന്നങ്ങളുടെ സ്വീകാര്യത വർദ്ധിച്ചു. 75-ലധികം ഗോത്ര ഉൽപ്പന്നങ്ങളാണ് നിലവിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഗോത്ര കരകൗശല വിദഗ്ധരെ ശാക്തീകരിക്കുന്നതിനുള്ള ഈ ശ്രമം പരമ്പരാഗത കരകൗശല വസ്തുക്കളെ അംഗീകൃത ബ്രാൻഡുകളാക്കി മാറ്റുന്ന ഗവൺമെന്റിന്റെ തദ്ദേശീയമായതിനുള്ള ആഹ്വാനത്തിന് അനുസൃതമാണ്. 2024 അസമിലെ മുള കൊണ്ടുള്ള തൊപ്പിയായ ജാപ്പി, ഒഡീഷയിൽ നിന്നുള്ള ഡോങ്ക്രിയ ക്രോന്ത് ഷാൾ, അരുണാചലിലെ യാക്പാലിൽ നിന്നുള്ള പുളിപ്പിച്ച ഉൽപ്പന്നമായ യാക് ചുർപ്പി, ഒഡീഷയിലെ ചുവന്ന നെയ്ത്തുറുമ്പുകളിൽ നിന്ന് നിർമ്മിച്ച സിമിലി പാൽ കായ് ചട്നി, ബോഡോ സമുദായത്തിൽ നിന്നുള്ള പരമ്പരാഗത നെയ്ത്തു വസ്ത്രമായ ബോഡോ അറോനി എന്നിവ ഉൾപ്പെടെ നിരവധി ഇനങ്ങൾക്ക് GI അംഗീകാരം ലഭിച്ചു. കൂടാതെ ഗോത്ര സമൂഹങ്ങളുടെ വൈവിധ്യമാർന്ന ഭാഷകൾ, പാരമ്പര്യങ്ങൾ, സാംസ്കാരിക സമ്പ്രദായങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനും സൂക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി 300-ലധികം ഗോത്ര പൈതൃക സംരക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. നവംബർ 15, അതായത് ഇന്ന് ജനജാതീയ ഗൗരവ് ദിനമായി പ്രഖ്യാപിച്ചിരുന്നു പ്രധാനമന്ത്രി മോദി. ഭഗവാൻ ബിർസ മുണ്ടയെ ആദരിച്ച് ഝാർഖണ്ഡിലെ ഉലിഹാതുവിലുള്ള മുണ്ടയുടെ ജന്മസ്ഥലം സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രിയായി അദ്ദേഹം മാറി. റാഞ്ചിയിലെ ഭഗവാൻ ബിർസ മുണ്ട സ്മാരക ഉദ്യാനവും സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയവും മുണ്ടയുടെ 25 അടിയുള്ള പ്രതിമയും മറ്റ് ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കുന്നതും ഈ അംഗീകാരത്തിന് അടിവരയിടുന്നു. ബിർസ മുണ്ടയുടെ 150-ാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് ശ്രീ വിജയപുരത്തെ വനവാസി കല്യാൺ ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ വലിയ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻപായി പ്രതിമയുമെത്തി വിവിധ സ്ഥലങ്ങളിലേക്ക് ഗൗരവ് യാത്രയും സംഘടിപ്പിക്കും. ഗോത്ര പാരമ്പര്യത്തിനായുള്ള വലിയ വേദിയാണ് ആദി മഹോത്സവം. 2017 തുടങ്ങിയത് മുതൽ ആദി മഹോത്സവം ഇന്ത്യയിൽ ഉടനീളമുള്ള വിവിധ സ്ഥലങ്ങളിൽ ഗോത്രവർഗ സംരംഭകത്വവും സാംസ്കാരിക വിനിമയവും പ്രോത്സാഹിപ്പിച്ചു. ഇതുവരെ 37 പതിപ്പുകൾ നടന്നിട്ടുണ്ട്. ഗോത്രകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഗോത്രവർഗ സഹകരണ വിപണന വികസന ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന ഈ മേളയിൽ 1000-ലധികം ഗോത്രവർഗ കരകൗശല വിദഗ്ധർ പങ്കെടുക്കുകയും 300-ലധികം സ്റ്റാളുകളിലായി വൈവിധ്യമാർന്ന ഗോത്രകലകൾ, പുരാവസ്തുക്കൾ, കരകൗശല വസ്തുക്കൾ, വിഭവങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുകയും ചെയ്തു. G20 ഉച്ചകോടിയിൽ ഗോത്രവർഗ കരകൗശല തൊഴിലാളികളുടെ പ്രവർത്തനത്തിന് കൂടുതൽ അന്താരാഷ്ട്ര സ്വീകാര്യതയും ലഭിച്ചിരുന്നു. ബിർസ മുണ്ട, റാണി കമലാപതി, ഗോണ്ട് മഹാറാണി, വീര ദുർഗാവതി തുടങ്ങിയ ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനികളെ കേന്ദ്ര ഗവൺമെന്റ് ആദരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തെ രൂപപ്പെടുത്തിയ ഖാസി, ഗാരോ, മിസോ, കോൾ പ്രക്ഷോഭങ്ങൾ തുടങ്ങിയ മുന്നേറ്റങ്ങളും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഭോപ്പാലിലെ ഹബീബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷന്റെ പേര് റാണി കമലാപതി റെയിൽവേ സ്റ്റേഷൻ എന്നും മണിപ്പൂരിലെ കൈമൈ റെയിൽവേ സ്റ്റേഷന്റെ പേര് റാണി ഗൈഡിൻലിയു സ്റ്റേഷൻ എന്നും പുനർനാമകരണം ചെയ്തു. കൂടാതെ ഇന്ത്യയിലുടനീളം സ്വാതന്ത്ര്യ സമര മ്യൂസിയങ്ങൾ വികസിപ്പിക്കുന്നു. റാഞ്ചിയിലെ ഭഗവാൻ ബിർസ മുണ്ട ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം, ജബൽപൂരിലെ രാജാ ശങ്കർ ഷാ രഘുനാഥ് ഷാ മ്യൂസിയം, ചിന്ദ്വാരയിലെ ബാദൽ ഭോയ് ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം എന്നിങ്ങനെ 3 എണ്ണം ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഇന്ത്യയുടെ ഗോത്ര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രചാരം നേടുകയാണ്. 2017 അരാക്കു കാപ്പി പാരീസിൽ ആദ്യത്തെ ജൈവ കോഫി ഷോപ്പ് തുറന്നതിലൂടെ ആഗോള വിപണികളിലേക്കുള്ള പ്രവേശനം അടയാളപ്പെടുത്തുകയായിരുന്നു. അതുപോലെ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ജലാംശം നീക്കം ചെയ്ത മൊഹുവ പൂക്കൾ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വിപണികളിൽ എത്തിയിട്ടുണ്ട്. ഷാളുകൾ, പെയിന്റിങ്ങുകൾ, തടി കൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ, ആഭരണങ്ങൾ, കുട്ടകൾ തുടങ്ങിയ ഗോത്ര ഉൽപ്പന്നങ്ങൾക്ക് വിദേശത്ത് പ്രത്യേകിച്ച് അമേരിക്കയിൽ വളരെയേറെ പ്രചാരമുണ്ട്. ട്രൈഫെഡ് ഔട്ട്ലെറ്റുകളിലൂടെയും ദേശീയ അന്തർദേശീയ ഇ-കോമേഴ്സ് വേദികളുമായുള്ള പങ്കാളിത്തത്തിലൂടെയും ഈ ശ്രമങ്ങളെ ഗവൺമെന്റ്
പിന്തുണയ്ക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ആദ്യമേ പറഞ്ഞത്, ഇത്രയധികം ഗോത്രവർഗ്ഗക്കാരുമായി അടുത്തിടപഴകി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ താൻ ഇടപെടുന്ന വഴികളിലൂടെ, താൻ ഇടപെടുന്ന നേതാക്കളിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രധാനമന്ത്രി മുൻപ് ഭാരതം ഭരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും അത് അവരെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന, സമൂഹത്തിൻ്റെ ഏത് മേഖലകളിലുള്ളവരായാലും ഉയർന്നവരായാലും താഴ്ന്നവരായാലും എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് ഗോത്രവർഗത്തിന് ലഭിക്കുന്ന ഈ സ്വീകാര്യതയുടെ പിന്നിലുള്ള ഏറ്റവും വലിയ പരമപ്രധാനമായ സംഗതി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.